വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണൻ ഇപ്പോൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ പെരുന്നാളിന് 3 ദിവസം അവധി വേണം എന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വിലപേശൽ തന്ത്രമാണോ? നമസ്കാരം. നമസ്കാരം. ഈ സംഘടന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുവരുന്നതല്ല, ഇത് അവരുടെ ആവശ്യമാണ്, അവരുടെ മനസ്സിലിരിക്കുന്ന ആവശ്യങ്ങളാണ്. ഇനി മലപ്പുറം ജില്ല ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണോ എന്ന് പറയാത്തത് മഹാഭാഗ്യം. അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ. ഇനി അടുത്ത കാലത്ത് അതെന്താണ് ശ്രീ ബാലകൃഷ്ണൻ അങ്ങനെ പറയാൻ കാരണം? ആരെങ്കിലും അങ്ങനെ ആവശ്യം ഉന്നയിച്ചോ? അല്ല, മലപ്പുറം ജില്ല രണ്ടാക്കണം എന്ന് പറഞ്ഞാല് അല്ല, അത് എന്താ ആരെങ്കിലും അങ്ങനെ ആവശ്യം? ബാലകൃഷ്ണൻ അങ്ങനെ ആവശ്യം വരാനുള്ള കാരണം എന്താണ്? സമസ്ത ഇപ്പൊ ആവശ്യപ്പെട്ടില്ലേ? സമസ്ത മലപ്പുറം ജില്ലയിൽ സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണമെന്നും സമസ്ത ആവശ്യപ്പെട്ടിട്ടില്ല. സമസ്ത ആവശ്യപ്പെട്ടത് മലപ്പുറം ജില്ല 45 ലക്ഷത്തോളം ആളുകൾ വരുന്ന മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാണ്. ഇടുക്കി അടക്കമുള്ള ജില്ലകളൊക്കെ ചേർത്ത് അത് വിഭജിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. വിഭജിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കാൻ പറയാത്ത ഭാഗ്യം. അങ്ങനെ എങ്ങനെ ഭാഗ്യം എന്ന് പറയാനുള്ള കാര്യം എന്താണ്? താങ്കൾക്ക് അത് പറയാൻ എന്താ ആവശ്യമാണുള്ളത്? ആരെങ്കിലും അവിടെ ആവശ്യപ്പെട്ടോ? അത് മഹാഭാഗ്യം തന്നെ ആവശ്യപ്പെടാതെ എന്താണ് താങ്കൾക്ക് അത് പറയാനുള്ള കാര്യം എന്താണ്? വടകരയിൽ നിന്ന് ആരെങ്കിലും വടകര സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണമെന്ന് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അതൊക്കെ അല്ല സാർ. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും മതത്തോട് താങ്കൾക്ക് വിരോധമുണ്ടെങ്കിൽ അത് എന്ത് വിളിച്ചു പറയാന്നാണോ? ഒരാൾ പറഞ്ഞത് താങ്കൾ അങ്ങനെ അത്ഭുതമുണ്ട്. താങ്കൾ മലപ്പുറം റിപ്പബ്ലിക് ആക്കണമെന്ന് അവർ ആവശ്യപ്പെടാത്തതിൽ അത്ഭുതമുണ്ട്. അത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അത് കേൾക്കുന്ന പബ്ലിക്കിനറിയാം. പബ്ലിക്കിനറിയില്ല. താങ്കളുടെ ഉള്ളിലെ വിഷമാണ് തികട്ടി വരുന്നത്, മറ്റൊന്നുമല്ല. ബാലകൃഷ്ണന്റെ ഉള്ളിലെ വിഷമാണ് തികട്ടി വരുന്നത്. ആരെങ്കിലും ഏതെങ്കിലും ഒരു സംഘടന ഈ കാലത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടോ മലപ്പുറം സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണമെന്ന്? പറയൂ, താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. പ്രതിപക്ഷ നേതാവിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. താങ്കൾ ബാലകൃഷ്ണൻ എന്നിട്ട് പറയൂ. മറ്റു കാര്യം പറയാം. താങ്കൾ പറഞ്ഞ ആശ്രയിക്കുന്നുണ്ട്. ഇല്ല, അവർ പ്രതികരിക്കണം. മുഖ്യമന്ത്രി പ്രതികരിക്കണം. എന്തിന് പ്രതികരിക്കണം? ആര്? താങ്കളുടെ ഈ വിവരക്കേട് പറഞ്ഞതിനാണോ പ്രതികരിക്കേണ്ടത്? താങ്കൾക്ക് എന്താ രോഷം? എനിക്ക് രോഷം വരും. ഈ രാജ്യത്തിനെതിരായി പറയുന്നതുകൊണ്ടാണ് രോഷം വരുന്നത്. ഈ നാടിനെതിരായി പറഞ്ഞാൽ രോഷം വരും. ഞാൻ ജീവിക്കുന്ന മണ്ണാണ് കേരളം, ഞാൻ ജീവിക്കുന്ന മണ്ണാണ് ഇന്ത്യ. അതിനെതിരെ പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായും രോഷം വരും. താങ്കളെ പോലുള്ള ആളുകൾ ദേശദ്രോഹികൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, അതുകൊണ്ട് ദേഷ്യം വരും. ഇത്ര രോഷം കൊള്ളുന്നേ അതാണ് പറഞ്ഞത്. ഈ രാജ്യത്തിനെതിരായി പറയുമ്പോൾ എനിക്ക് രോഷം വരും. എന്താണ് കുഴപ്പം? താങ്കൾ രാജ്യത്തിനെതിരാണ് പറഞ്ഞത്, കേരളത്തിനെതിരാണ് താങ്കൾ പറഞ്ഞത്, താങ്കൾ മലപ്പുറത്തിനെതിരാണ് പറഞ്ഞത്. അത്ഭുതമാണ്. അതാ ആ അത്ഭുതം ഉണ്ടാകുന്നത് താങ്കളുടെ ഉള്ളിലെ വിഷയം കൊണ്ടാണ്. മഹാത്ഭുതമാണ്. അത് കാത്തിരുന്ന ആളുകളിലെല്ലാം കേരളത്തിൽ ജീവിക്കുന്നവർക്കറിയാം. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. താങ്കൾ ശ്രീ പീതാംബരനാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, ഈ ചിലർ സീരിയസ് ആയി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിലെ വിഷം ഇങ്ങോട്ട് തള്ളിവിടാനുള്ള ശ്രമം. ആരും മലപ്പുറം പ്രത്യേക റിപ്പബ്ലിക് ആക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞത് വേണോ വേണ്ടയോ അടക്കം നമ്മൾ പൊതുവേദി അടക്കം ചർച്ച ചെയ്താണ്. അവിടെ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ അതിൻ്റെ മെറിറ്റും അതിന് വർഗീയവശമുണ്ടെങ്കിൽ അതുമെല്ലാം സംസാരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു വിഘടനവാദത്തിൻ്റെ സ്വരം ഉയർത്തേണ്ട കാര്യമില്ല. അത് ശരിയല്ല. അത്തരം നിലപാടുകൾ ആര് സ്വീകരിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം ആളുകളെ ഒന്നും അവരുടെ ഉള്ളിലിരിപ്പ് എന്തായാലും ഈ നാടിൻ്റെ ഗുണകരമായ ഉള്ളിലിരിപ്പ് ഉള്ളതല്ല. അവരുടെ വിശ്വാസധാര ഏതായാലും ഏത് രാഷ്ട്രീയമായാലും അത് ഈ നാടിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയമല്ല എന്നതുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ ഇടത് വലത് മുന്നണി നേതാക്കന്മാരെ മുന്നിലിരുത്തി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്, ന്യായമായ ആവശ്യവും അല്ലാത്ത ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്, അത് തെരഞ്ഞെടുപ്പ് കണ്ടുള്ള സമസ്തയുടെ ഒരു വിലപേശൽ തന്ത്രമല്ലേ? അത് വിലപേശൽ തന്ത്രം തന്നെയാണ്. കാരണം ഇപ്പൊ പെരുന്നാളിന് അവധി കൊടുക്കുന്നുണ്ട്, മറ്റുള്ള കലണ്ടറിലെ അവധി മുഴുവൻ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കും. പിന്നെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ സൗകര്യവും പറയുകയാണെങ്കിൽ 360 ദിവസം ചെയ്യാണ്ട് വരും നമുക്ക് ജോലി എടുക്കാൻ. സർക്കാർ ഓഫീസൊക്കെ പൂട്ടിയിട്ടുണ്ട് വരും. അപ്പോൾ ഉള്ളത് നിലനിർത്തിക്കൊണ്ട് എല്ലാ അഭിപ്രായം പറഞ്ഞാൽ മതനേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും പറയുന്നതല്ല, ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി പറയണം. അല്ലാണ്ട് ഒരു സമുദായത്തിന് വേണ്ടി മാത്രം സമുദായം എന്ന് പറയുന്നത് എന്താണ്? ഒരു അഭിപ്രായമാണ്. പക്ഷെ ആ അഭിപ്രായം എല്ലാ മേഖലകളിലേക്കും നമ്മൾ വരേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ എങ്ങനെയൊക്കെ തന്നെ വന്നാലും ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പാക്കണം. ഇത്ര കാലങ്ങളായി ആവശ്യപ്പെടുന്നു. സാധാരണക്കാരുടെ ഇവിടെ സാമ്പത്തിക ശാസ്ത്രം കൊണ്ടുവരണം, സാമ്പത്തികമായ സംവരണം വരണം. ഇതെല്ലാം നമ്മുടെ നാടിന് ആവശ്യമാണ്. ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് അപ്പൊ ഈ സാമ്പത്തികമായ സംവരണമാണോ സാമൂഹികമായ സംവരണമാണോ എന്നുള്ളത് അതൊക്കെ വേറെ വിഷയമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.